ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു കേരള മെക്ടെക്. ഒരു 5 to 6 ലാക്ക് ബജറ്റിനുള്ളിൽ നല്ലൊരു യൂസ് കാർ വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഈ വീഡിയോ ഒരുപാട് ഉപകരിക്കും. നമ്മുടെ ഇവിടെ ഫുൾ വെൽ മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഒരു സിയാസ് ZDI പ്ലസ് വേരിയൻറ്റ് ഒരു കാർ കൊടുക്കാനുണ്ട്. ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കംപ്ലീറ്റ് മേജർ വർക്കുകളെല്ലാം നമ്മളിവിടെ തന്നെ തീർത്തായതുകൊണ്ട് ഈ ഒരു വണ്ടിയുടെ കേസിൽ നമുക്ക് നല്ലൊരു ഉറപ്പ് നൽകാനായിട്ട് സാധിക്കും വാങ്ങാൻ ഉദ്ദേശിക്കുന്നവർക്ക്. അപ്പോൾ നമുക്ക് നേരിട്ട് വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറൊക്കെ കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ പറയാം. നമുക്ക് നമ്മുടെ വണ്ടിയുടെ എക്സ്റ്റീരിയർ കാണാം. ഇത് നമ്മുടെ റൈറ്റ് സൈഡാണ്. ചെറിയ ചെറിയ സ്ക്രാച്ചസും കുഞ്ഞു കുഞ്ഞു ചെറിയ തട്ടൊക്കെ കാണാം, സ്വാഭാവികം. എന്നാൽ മേജർ ആക്സിഡൻറ്റോ മേജർ ആയിട്ടുള്ള എന്തെങ്കിലും നമ്മുടെ സ്ട്രക്ചർ ഡാമേജും കാര്യങ്ങളൊന്നും വന്നിട്ടില്ലാത്ത ഒരു വണ്ടിയാണ് ഇത്. ലെഫ്റ്റ് സൈഡ്, ബാക്ക് സൈഡ്, അതേപോലെ നമുക്ക് വണ്ടിയുടെ ഇൻറ്റീരിയർ കാണുവാണെങ്കിൽ ഇൻറ്റീരിയറും വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഇൻറ്റീരിയറാണ്. വളരെ ക്ലീൻ ആയിട്ടാണ് സൂക്ഷിച്ചിരിക്കുന്നത് കസ്റ്റമർ. അതേപോലെ അതിൻ്റെ ഫീച്ചേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇത് അന്ന് ZDI പ്ലസ് വേരിയൻ്റ് വന്നുകൊണ്ടിരുന്നത്. അതിൽ ABS, എയർ ബാഗ്, ക്ലൈമറ്റ് കൺട്രോൾ, AC, ഇൻബിൽറ്റ് ആയിട്ടുള്ള മ്യൂസിക് സിസ്റ്റം, അതുപോലെ നമ്മുടെ സ്റ്റിയറിംഗ് കൺട്രോളും കാര്യങ്ങളെല്ലാം വന്നിരുന്ന ഒരു മോഡലാണിത്. പുഷ് സ്റ്റാർട്ടാണ്, കീലെസ് എൻട്രി ഉണ്ട്, അങ്ങനെ കുറേ ഓപ്ഷൻസൊക്കെ ഉള്ള വണ്ടിയാണ് സിയാസ് ZDI പ്ലസ്. ഹൈബ്രിഡ് വേരിയൻ്റ് ആണ്, അതുകൊണ്ട് തന്നെ ന്യായമായിട്ടുള്ള മൈലേജും ഉണ്ട്. ലോങ് വീൽ ബേസാണ്, യാത്ര സുഖമുള്ള വണ്ടിയാണ്. മൈലേജ് 22-23 കിലോമീറ്റർ മൈലേജ് നിലവിൽ ഇതിന് കിട്ടുന്നുണ്ട്. അതുപോലെ ഇതിൻ്റെ നമ്മുടെ ഫേസ്ബുക്ക് പേജിൽ തന്നെ ഇതിൻ്റെ ലോങ് ഡിസ്റ്റൻസ് ഓടിയ മൈലേജ് ഷെയർ ചെയ്തിട്ടുണ്ട്. 28 കിലോമീറ്റർ വരെയൊക്കെ മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. ന്യായമായ ഡ്രൈവിംഗ് ആണെങ്കിൽ നിലവിലെ കസ്റ്റമർ വളരെ കെയർഫുള്ളി ഓടിക്കുന്നതാണ്. അപ്പം ഇതാണ് വണ്ടിയുടെ ഇൻറ്റീരിയറും എക്സ്റ്റീരിയറും ആയിട്ടുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം. ഇനി ഇതിൻ്റെ മേജർ സർവീസ് കാര്യങ്ങളിലേക്ക് വരാം. ഇതിൻ്റെ മേജർ സർവീസ്, അതായത് മേജർ സർവീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടൈമിംഗ് ചെയിൻ അടക്കം ചെയ്യുന്ന സർവീസ് റീസെൻ്റ്ലി ഒരു ഏകദേശം ഒരു 6000 കിലോമീറ്റർ മുന്നേ നമ്മുടെ ഗാരേജിൽ തന്നെ ചെയ്തേക്കുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യത്തോടെ പറയാം. അപ്പോൾ ഇതിനകത്ത് ടൈമിംഗ് ചെയിൻ റിലേറ്റ് ചെയ്യുന്ന എല്ലാ കമ്പോണൻസും, ISG ബെൽറ്റ് അടക്കം, അതുപോലെ EGR ക്ലീനിങ് അടക്കം പ്രോപ്പർ വേയിൽ എല്ലാം അഴിച്ച് പ്രോപ്പറായിട്ട് ഇവിടെ ചെയ്തേക്കുന്നതാണ്. നമ്മളിവിടെ EGR ചെയ്യുമ്പോൾ നമ്മൾ തെർമോസ്റ്റാറ്റും അതിൻ്റെ റിലേറ്റ് ചെയ്യുന്ന ഹോസുകളെല്ലാം ഇവിടെ മാറ്റാറുണ്ട്. അപ്പോൾ ആ രീതിയിൽ തന്നെ ചെയ്തു പോയിരിക്കുന്ന വണ്ടിയാണ്. കംപ്ലീറ്റ് ഹിസ്റ്ററി നമ്മുടെ അടുത്തും സേവ് ആണ്, കസ്റ്റമറിൻ്റെ അടുത്തും ടോട്ടൽ അതിൻ്റെ ബില്ലും ഹിസ്റ്ററിയും കാര്യങ്ങളെല്ലാം ഉണ്ട്. അപ്പം ധൈര്യത്തോടെ എടുക്കാവുന്നതാണ്. ഇതിൻ്റെ തൊട്ട് മുന്നായിട്ട് തന്നെ നമ്മുടെ സസ്പെൻഷൻ്റെ വർക്കെല്ലാം നമ്മളിവിടെ തന്നെ ചെയ്ത് തീർത്തേക്കുന്ന വണ്ടിയാണ്. റീസെൻ്റ്ലി ഒരു ഏകദേശം ഒരു 100 കിലോമീറ്റർ മുന്നേ നമ്മളെടുത്ത് ഫ്രണ്ട് ബ്രേക്ക് കാര്യങ്ങളെല്ലാം ചെയ്തു പോയേക്കുന്ന വണ്ടിയാണ്. അപ്പോൾ എടുക്കുന്ന ആൾക്ക് പ്രത്യേകിച്ച് ഇതിനകത്ത് ഭയങ്കരപ്പെട്ട ടെൻഷൻ അടിച്ചൊന്നും കൊണ്ടുനടക്കേണ്ട കേസില്ല. കാരണം ഇനിയും ഒരു ഏകദേശം ഒരു 4500 കിലോമീറ്ററൊക്കെ ഓടിയതിന് ശേഷം സർവീസ് ചെയ്താൽ മതി. പിന്നെ എടുക്കുക, ഓടിക്കുക. പ്രത്യേകിച്ച് വേറെ കംപ്ലൈൻ്റ് ആയിട്ടൊന്നും പെൻഡിങ് ഇതിനകത്തില്ല. ചെറിയ ചെറിയ തട്ടുമുട്ടുകളൊക്കെ ഉണ്ട്. ഭയങ്കര ഹെവി ആയിട്ടുള്ള, മുന്നേ പറഞ്ഞ പോലെ സ്ട്രക്ചർ ഡാമേജോ ഭയങ്കര ഹെവി ആക്സിഡൻറ്റോ കാര്യങ്ങളൊന്നും ഇല്ലാത്ത ഒരു വണ്ടിയാണ്. നമ്മുടെ അടുത്ത് മേജർ സർവീസ് ചെയ്യുന്നതിനെക്കാട്ടിലും മുന്നേ ഉള്ള സകല റെക്കോർഡ്സും കമ്പനിയിലും സേവ്ഡാണ്. കമ്പനിയിൽ റെക്കോർഡുള്ള വണ്ടിയാണ്. അതുപോലെ തന്നെ ടയർസിൻ്റെ കാര്യം പറയുകയാണെങ്കിലും ടയർ അത്യാവശ്യം ഉണ്ട്. എടുത്ത പാടെ ഉടനെ ടയർ മാറേണ്ടി വരത്തില്ല. അപ്പോൾ എങ്ങനെ പോയാലും നല്ലൊരു ഡ്രൈവ് ആണെങ്കിൽ ടയർ എങ്ങനെ പോയാലും ഒരു 25,000-30,000 കിലോമീറ്റർ ഇനിയും ഓടിക്കാനുള്ളതുണ്ട്. സിയാസിനെ സംബന്ധിച്ച് സിയാസ് ഉപയോഗിക്കുന്നവർക്കറിയാം, സിയാസ് ടയറിൻ്റെ കേസിൽ നമുക്ക് വലിയ ശല്യം തരാറില്ല. കറക്റ്റ് സമയത്ത് അലൈൻമെൻറ്റും കറക്റ്റ് സമയത്ത് വീൽ റൊട്ടേഷൻ ചെയ്തു പോകുന്ന വണ്ടിയാണെങ്കിൽ ഇവിടെ 50,000 അബോവ്, അതായത് കിലോമീറ്റർ ഓടിച്ചതിന് ശേഷം മാറിയവരുണ്ട്. 60,000 ഒക്കെ ഓടിക്കുന്നവർക്ക് കസ്റ്റമർ നമ്മുടെ അടുത്ത് തന്നെയുണ്ട്. അപ്പോൾ വണ്ടിയുടെ ഡീറ്റെയിൽസ് ഇതൊക്കെയാണ്. വണ്ടിയുടെ ഫുൾ ചെക്കപ്പ് പോയിൻറ്റ്സും കാര്യങ്ങളെല്ലാം നമ്മുടെ അടുത്താണ് ചെയ്തേക്കുന്നത്. നമ്മൾ കറക്റ്റ് വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും, ഇൻറ്റീരിയർ, എക്സ്റ്റീരിയർ, ബോഡി, എവിടെയെങ്കിലും ടച്ച് ആൻഡ് പോളിഷോ എവിടെയെങ്കിലും തട്ടുമുട്ടുള്ള കാര്യങ്ങളെല്ലാം റെക്കോർഡ്സും നമ്മുടെ അടുത്ത് സേവ്ഡ് ഉണ്ട്. അപ്പം എന്തെങ്കിലും കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഡൗട്ട്സ് ചോദിക്കാനോ അല്ലെങ്കിൽ വേറെ എൻക്വയറി ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്, അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ സബ്സ്ക്രൈബറിന് നമ്മൾ പ്രത്യേകം പരിഗണന നൽകുന്നതാണ്. അപ്പോൾ ഇത് വളരെ നല്ലൊരു ഗ്രാബ് ചെയ്യാൻ പറ്റിയൊരു ഡീലായത് തോന്നിയത് കൊണ്ട് ഞാനിപ്പം നമ്മുടെ ചാനലിലൂടെ ഷെയർ ചെയ്തേക്കുന്നതാണ്. ഇതുകൂടാതെ വണ്ടിയുടെ സകലമാന സ്കാൻ റിപ്പോർട്ട്സ് നമ്മുടെ കയ്യിലുണ്ട്. അതടക്കം നമുക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ യാതൊരുവിധ ഇലക്ട്രിക്കൽ ഫെയിലിയറോ ABSൻ്റെ സംബന്ധമായ ഫെയിലിയറോ എയർ ബാഗ് സംബന്ധമായ ഫെയിലിയറോ കാര്യങ്ങളോ ഒന്നും, അങ്ങനെയുള്ള മേജർ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല. അതേപോലെ തന്നെ കിലോമീറ്ററിൻ്റെ കേസിൽ കിലോമീറ്റർ ഓടിയേക്കുന്നത് എക്സാക്റ്റ് ക്ലസ്റ്ററെ കാണിക്കുന്നത് ജെന്യൂൻ കിലോമീറ്ററാണ്. ടാമ്പർ ചെയ്തിട്ടുണ്ടോ, കിലോമീറ്റർ മറിച്ചിട്ടുണ്ടോ എന്നുള്ളതിനെക്കുറിച്ചുള്ള യാതൊരുവിധ പേടി വേണ്ട. കാരണം ഓൾറെഡി റെക്കോർഡ്സ് മെയിൻറ്റെയിൻ ആണ്. രണ്ടാമത്തെ കേസ് നമ്മൾ ഓൾറെഡി വണ്ടിക്കകത്ത് സ്കാനർ കണക്ട് ചെയ്ത് ഇതെല്ലാം ചെക്ക് ചെയ്ത് ക്ലിയർ ആക്കിയേക്കുന്ന ഒരു വണ്ടിയും കൂടിയാണ്. ഓക്കെ, ഇപ്പം പലരും ചിലപ്പോൾ കിലോമീറ്റർ കൂടിയിട്ട് നല്ലോണം ഓടിയ വണ്ടിയായിരിക്കും, കിലോമീറ്റർ കുറച്ച് വയ്ക്കുന്ന പരിപാടിയൊക്കെ നമുക്കറിയാം. ഞാൻ നേരത്തെ ഇതിനെക്കുറിച്ചൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിലുള്ള പേടിയൊന്നും വേണ്ട. അപ്പോൾ ക്ലസ്റ്ററിൽ കാണുന്ന 1,35,000 കിലോമീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജെന്യൂൻ ആയിട്ടുള്ള കിലോമീറ്ററാണ്. ഓൾറെഡി നമ്മൾ ചെക്ക് ചെയ്തിട്ടുണ്ട്, നമ്മുടെ അടുത്ത് റെക്കോർഡ്സ് ഉണ്ട്. കിലോമീറ്റർ
പലരും മറിച്ച് കൊടുക്കുന്ന പരിപാടിയുണ്ട്. അപ്പം നമ്മൾ അങ്ങനെയുള്ള വീഡിയോസ് ചെയ്യാറില്ല. ജെന്യൂൻ കിലോമീറ്ററാണ്. ഏകദേശം 1,29,000 കിലോമീറ്റർ സംതിങ് ആകുമ്പോഴാണ് നമ്മുടെ അടുത്ത് നമ്മുടെ മേജർ സർവീസ് ടൈമിംഗ് ചെയിനും കാര്യങ്ങളെല്ലാം ഈ വണ്ടി ചെയ്തു പോയേക്കുന്നത്. അപ്പോൾ ഏകദേശം ഒരു 5,000 മുതൽ 6,000 കിലോമീറ്ററിനുള്ളിൽ വണ്ടി അതിനുശേഷം ഓടിയിട്ടുള്ളൂ. അപ്പം ആ ഒരു കേസ് ധൈര്യത്തോടെ ഒരു ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്കെടുക്കാൻ പറ്റാവുന്ന ഒരു കാറ്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാനായിട്ട് മറക്കണ്ട. നമുക്ക് വീണ്ടും പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ, ടേക്ക് കെയർ.